This video is really special. This is for the memory of the trip that I had in my life, whose memory will last in my mind forever and forever. ഞങ്ങൾ മണാലിയിലേക്ക് ഒരു യാത്ര തിരിക്കേണ്ടായി എന്നല്ല തിരിച്ചു. അപ്പോൾ ഇതാ ഒരു സീനാണ്. രാവിലെ തന്നെ ജനശതാബ്ദിയിൽ കയറി, പിന്നെ ഞങ്ങളത് ആ ട്രെയിനിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ മംഗളദ്വീപ് ട്രെയിനിലാണ് പോയത്. ട്രെയിനിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സീനാണ്. ഞങ്ങൾ 3 എക്കണോമിക് AC ആണ് ബുക്ക് ചെയ്തത്. അടിപൊളി ട്രെയിനായിരുന്നു, നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞത് ഏത് ട്രെയിനിലിരിക്കുന്ന സൗകര്യമാണ് ഒരു സീനാണ്. ട്രെയിനിൽ ഞാൻ സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് വരാൻ അത്ര കംഫർട്ടബിളായിരുന്നു, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ റീൽസൊക്കെ എടുത്തു. അത്ര സൗകര്യമായിരുന്നു. നല്ലൊരു ട്രിപ്പായിരുന്നു. നമുക്ക് ട്രെയിനിലിരിക്കുകയാണെന്നുള്ള ഒരു ക്ഷീണമോ ഒന്നും തന്നെ തോന്നിയില്ല. നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ട്രെയിനിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു റെയിൽവേയുടെ വക. അത് നല്ല അടിപൊളി ഫുഡായിരുന്നു. നമുക്കത് കഴിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഈ സൈഡ് സീറ്റിലിരുന്ന് വരാനും അടിപൊളിയായിരുന്നു. നമുക്ക് എല്ലാ സൈഡ് സീനും നമുക്ക് പുറത്തുള്ള ചൂടും വെയിലും ഒന്നും ഏൽക്കാതെ അകത്ത് നല്ല AC കൂളിങ്ങും ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാ സീൻസും ഒന്നുപോലും മിസ് ചെയ്യാതെ കാണാൻ പറ്റി. അത്ര അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഇത് സൈഡ് സീറ്റ് ഇരുന്നതാ എൻ്റെ അനിയൻ എൻ്റെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു കേട്ടോ ട്രെയിനിൽ വെച്ച്. ഓരോ ട്രെയിൻ യാത്രയും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ തരുന്നു എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഇതാണ് ഞങ്ങളുടെ ഫുഡ്. മെയിനായിട്ട് ഈ ഫുഡിലുണ്ടായിരുന്ന ഐറ്റമാണ് പനീർ കറി എന്ന് പറയുന്നത്. അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് പോയപ്പോഴും ഒക്കെ നമ്മൾ പനീർ കറി കഴിച്ചായിരുന്നു. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ മെയിനായിട്ടുള്ള നമ്മുടെ ചിക്കൻ പോലെയൊക്കെയുള്ള ഒരു മെയിൻ ഐറ്റമാണ് പനീർ എന്ന് പറയുന്നത്. അപ്പോൾ അത്ര അടിപൊളി ടേസ്റ്റായിരുന്നു. ഞങ്ങളൊരു മലയാളി ഫാമിലിയെ പരിചയപ്പെട്ടായിരുന്നു ഞങ്ങളുടെ തൊട്ടടുത്ത കോച്ചിലുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ അതേ കോച്ചിലൊരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു. പക്ഷെ അവർ ബോംബെയിലെ കല്യാണം എന്ന് പറയുന്നൊരു സ്ഥലത്ത് അവർ ഇറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ ഒറ്റയ്ക്കായി. അത് കഴിഞ്ഞ് പക്ഷേ മറ്റു ഫാമിലി ഞങ്ങളോടൊപ്പം ഡൽഹി വരെ തന്നെ ഉണ്ടായിരുന്നു. ഇത് കീ ചെയിൻ വിൽക്കാൻ വേണ്ടിയിട്ട് ഈ ട്രെയിനിൽ ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കമ്മൽ, കീ ചെയിൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. എല്ലാം നല്ല അഫോർഡബിൾ റേറ്റ് തന്നെയായിരുന്നു. അതിലും അടിപൊളി സാധനങ്ങളായിരുന്നു. നമ്മൾ ഈ വലിയ വലിയ ഷോപ്പിംഗ് മാളിലൊക്കെ പോയി വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇതുപോലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാണ് കേട്ടോ. അവർക്കൊരു ഹെൽപ്പും ആകും, നമുക്ക് നല്ല വിലക്കുറവിൻ്റെ സാധനം കിട്ടുകയും ചെയ്യും, ക്വാളിറ്റിയുള്ള സാധനം. ഇത് കഴിഞ്ഞിട്ട് നമ്മളിതേ ട്രെയിനിൽ പോകുന്ന യാത്രയാണ്. ട്രെയിനിൽ നല്ല ഫുഡ്, ഞാൻ പറഞ്ഞ പോലെ ഉച്ചക്കത്തെ ഫുഡാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇങ്ങനെ ട്രെയിനിൽ പോകാൻ തന്നെ നല്ലൊരു രസമാണ് കേട്ടോ. നല്ല രസമാണ്. ഇങ്ങനെ നമ്മൾ ആളുകളെല്ലാം കണ്ട് അവർ പോകുന്നതും വരുന്നതും ഒക്കെ നമ്മൾ ട്രെയിനിൽ ഓരോ റെയിൽവേ സ്റ്റേഷനും ഓരോരോ അനുഭവങ്ങളാണ്. അതായത് ഓരോ യാത്ര പറയുന്നവർ, പുതുതായിട്ട് ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്ന ആളുകൾ, അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങളിത് ഇങ്ങനെ എൻജോയ് ചെയ്യണമല്ലോ ട്രിപ്പ്. അപ്പം ഞങ്ങളിത് അടിപൊളിയായിട്ട് റീലൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഒരു ചേട്ടൻ്റെ പേരൊക്കെ കൊണ്ടുവന്നായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അയാൾ അതിൽ മസാലയൊക്കെ പുരട്ടി ഞങ്ങൾക്ക് തന്നായിരുന്നു. ഇത് ഞാൻ ട്രെയിനിലിരുന്ന് കണ്ട സൺസെറ്റാണ്. അടിപൊളി സൺസെറ്റാണ്. എൻ്റെ ലൈഫിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റ് ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. കുറേ കഴിഞ്ഞപ്പോൾ സൂര്യൻ സെറ്റ് ചെയ്തു. പിന്നെ പിറ്റേ ദിവസമായി ഞങ്ങൾ ചായ കുടിക്കുന്ന സീനാണ്. അമ്മയ്ക്ക് ചായ ഇല്ലാതെ പറ്റത്തില്ല. അമ്മ എപ്പോഴും ചായ കുടിക്കും. അപ്പോൾ അമ്മ ചായ കുടിക്കുന്ന സീനാണ്. പിന്നെ ഞങ്ങളത് ആ ട്രെയിൻ ഞങ്ങളുടെ സ്റ്റേഷൻ എത്താറായി. അപ്പോൾ അതിനു മുമ്പ് ഞാനെടുത്തൊരു വീഡിയോ ആണിത്. ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്, അനിയനടുത്തൊക്കെ പറയുന്നുണ്ട്. അമ്മയുണ്ട് ഇവിടെ. ഞങ്ങളിങ്ങനെ സ്റ്റേഷൻ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ലാസ്റ്റ് സ്റ്റേഷനാണത്. ഇത് ഞങ്ങൾ പരിചയപ്പെട്ട ഒരു അമ്മൂമ്മയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഈ അമ്മൂമ്മയെ കണ്ടപ്പോൾ നമ്മുടെ കല്യാൺ രാമനിലെ അമ്മൂമ്മയെ ഓർമ്മ വന്നായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിത് ആ ബാഗും തൂക്കി ഞങ്ങളുടെ ക്യാബ് ഡ്രൈവറിനെ അന്വേഷിച്ച് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.